2026 ആവാനാ പോണല്ലേ. ഒരുപാട് കാലമായി നിങ്ങൾക്ക് കുറേ ഗോളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റണില്ല. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചിരിക്കുകയാണോ നിങ്ങൾ? എന്താ നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാവരും അതുപോലൊക്കെ തന്നെയാണ്. ഞാനും അതേ ഒരു സ്റ്റേജിലൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു 60 ഡേയ്സ് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ആ ഒരു 60 ഡേയ്സ് കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എനിക്കൊരു സ്ട്രോങ് കംബാക്ക് വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രോങ് കംബാക്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് തുടങ്ങണം, എങ്ങനെയൊക്കെ എൻ്റെ ഹാബിറ്റ്സ് എനിക്ക് തിരിച്ചു കൊണ്ടുവരാം, അതുപോലെ തന്നെ എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് എനിക്ക് എടുക്കാം എന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ പലരും ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കും. അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഇല്ല, ഒന്നും തുടങ്ങാനും തോന്നുന്നില്ല, ചുമ്മാ ഫോണിൽ സ്ക്രോൾ ചെയ്ത് വെറുതെ ടൈം കളഞ്ഞ് ഫുൾ നെഗറ്റീവ് തോട്ട്സ് അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും നമ്മളെല്ലാവരും ഉണ്ടാവുക. പേടിക്കണ്ട, ഒരു കുറച്ച് വീക്ക് മുമ്പ് ഞാനും ആ ഒരു സ്റ്റേജിലൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര ലോസ്റ്റ് ആയിട്ട് തോന്നുക, വീഡിയോ എടുക്കാൻ ഒരു മോട്ടിവേഷൻ ഇല്ല, വർക്കിലാണെങ്കിലും ഒരു എന്ത് ചെയ്താലും ഒരു പ്രഷർ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എനിക്ക് എന്താ ഇനി ചെയ്യാൻ പറ്റുക, എൻ്റെ ഹാബിറ്റ്സൊക്കെ എനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുക. ഒരിടയ്ക്ക് ഞാൻ എൻ്റെ മൊത്തം ഹാബിറ്റ്സ് മാറ്റി ഞാൻ കറക്റ്റായിട്ട് റൂട്ടീനിൽ ഡിസിപ്ലിനിൽ കൊണ്ടുവരുന്നതാണ്. പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് അത് ലോസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അതെനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എടുക്കുന്ന സ്റ്റെപ്സ് അത് നിങ്ങളോടും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. സോ ഒരു 2 വീക്സ് മുമ്പ് ഞാൻ ഭയങ്കര ഒരു ലേസി ആളായിരുന്നു. പ്രത്യേകിച്ച് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. എനിക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഒരു റുട്ടീൻ ഇല്ല, ഒരു മോട്ടിവേഷൻ ഇല്ല, പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ വർക്കിന് പോവുക, തിരിച്ചു വരിക, ഫോണിൽ സ്ക്രോൾ ചെയ്യുക, കിടക്കുക, ആ ഒരു റുട്ടീനിൽ പോയിരുന്നേ. എല്ലാ ദിവസം എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ശരിയാവില്ലല്ലോ, എനിക്ക് തിരിച്ചു വരണ്ടേ, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റാക്കിയത് ഫസ്റ്റ് എനിക്ക് ഇത്ര ഡേയ്സ് ഇനിയുള്ളൂ, ആ ഇത്ര ഡേയ്സ് കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ആ കംപാക്ക്, ആ ഒരു സ്ട്രോങ് കംപാക്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗോൾ എനിക്കുണ്ടോ എന്നൊക്കെ ഞാനിരുന്ന് ആലോചിച്ചു. അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഈ കംബാക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഓക്കെ നാളെ മുതൽ നമുക്ക് നന്നാവാൻ പറ്റും, നാളെ മുതൽ നമ്മളെല്ലാം മാറ്റി എഴുതാൻ പോവുകയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും അത് ചെയ്യാൻ പറ്റില്ല. ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റില്ല. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ നോക്കിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ലെവലിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് തോന്നും. ബിക്കോസ് അതായിരുന്നു നമുക്ക് കുറച്ചുകൂടി കംഫർട്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പിന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി വന്നു. അപ്പോൾ നമുക്ക് അധികം എഫേർട്ട് ഇടാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എൻ്റെ ഈ സ്ട്രോങ് കംബാക്കിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യലാണ്. നമ്മൾ ലേസി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മടിയായിരിക്കും അല്ലേ, ക്ലീൻ ചെയ്യാനും അതുപോലെ എല്ലാം കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്തു വെക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് റൂമും വാർഡ്രോബും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മടക്കിയൊക്കെ എടുത്തു വെക്കുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. സോ എനിക്ക് ഫീൽ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള ഒരു സ്പേസ് ഒക്കെ ക്ലിയർ ആകുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ നമ്മുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവണ പോലെയൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്ത സ്പേസ് പിന്നെ നോക്കുക, അപ്പോൾ ഞാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് വരും. വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് നമ്മുടെ മൈൻഡിൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ നെക്സ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ബാഡ് ഹാബിറ്റ്സ്, ഇപ്പോൾ എനിക്ക് നിലവിലുള്ള ബാഡ് ഹാബിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് മാറ്റേണ്ട ഹാബിറ്റ്സ് എന്താണ്, ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും ഞാൻ എഴുതി വെച്ചു. അതായത് ഇപ്പോൾ നമുക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റൂട്ടീൻ ശരിയല്ല, പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്, അതുപോലെ ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. അങ്ങനെ നമ്മുടെ ലേസി ഫേസിൽ നമുക്ക് ഉണ്ടാവണ കുറച്ച് ഹാബിറ്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് മാറ്റണം എന്ന് തോന്നുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്ന് എഴുതി വെച്ചു. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൽഫ് അനലൈസ് ചെയ്യാണ് ചെയ്യണത്. അതായത് എന്തൊക്കെയാണ് എൻ്റെ ഹാബിറ്റ്സ്, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് വന്നത്, എപ്പോൾ മുതലാണിത് തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്കിതൊന്ന് എങ്ങനെ പുറത്ത് വരാം, എങ്ങനെ എനിക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നൊക്കെ ഞാൻ സെൽഫായിട്ട് അനലൈസ് ചെയ്തു. അങ്ങനെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് ആൻസർ കിട്ടിയത് എന്താണെന്ന് അറിയോ, നമുക്ക് എല്ലാവർക്കും ചേഞ്ച് പോസിബിൾ ആണ് ഇഫ് യു റിയലി വാണ്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യമാണ് നോക്കേണ്ടത്. എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോയ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇനി ഒരു 65 ഡേയ്സ് ഈ 2025 കഴിയാനായിട്ട്. അപ്പോൾ ആ ഒരു 5 ഡേയ്സിൽ എനിക്ക് എന്താണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ആ ഗോള് എൻ്റെ മനസ്സിൽ ഞാൻ സെറ്റ് ചെയ്തു. അപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ബോഡി ഒന്ന് സെറ്റാക്കണം, എൻ്റെ ഒരു ഡ്രീം വെയിറ്റിലേക്ക് ഞാൻ എത്തണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. നിങ്ങൾ പഠിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളൊരു ഗോള് മൈൻഡിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ജോബ് നോക്കുന്ന ആളാണ്, അപ്പോൾ അതിനനുസരിച്ച് എന്താണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒരു ചെറിയ ഗോള് നമ്മൾ ഇത്ര ഡേയ്സിനുള്ളിൽ നമ്മൾ ചെയ്യും എന്നുള്ളൊരു ഗോള് മൈൻഡിൽ സെറ്റ് ചെയ്യാം. സോ ഞാൻ എൻ്റെ ബോഡി സെറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ എൻ്റെ വർക്കൗട്ട് കറക്റ്റായിട്ട് ഞാൻ ചെയ്യണം, അതുപോലെ തന്നെ ഡയറ്റ് കറക്റ്റായിട്ട് ഞാൻ ചെയ്യണം, എൻ്റെ സ്ലീപ്പ് പ്രോപ്പർ ആവണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ
എൻ്റെ കേസിൽ ഞാൻ ചെയ്യാൻ പോണത് ഇതൊക്കെയാണ്. ഇതുപോലെ ഒരു സ്ട്രോങ് ആയിട്ട് കംബാക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു കാര്യം വേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ഒന്ന് സെറ്റാക്കുക. കുറച്ച് നേരത്തെ എണീക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കുറച്ച് നേരത്തെ എണീറ്റ് നമുക്ക് കുറച്ച് ടൈം കൊടുത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, പ്രെയർ ആണെങ്കിലും ജേർണലിംഗ് ആണെങ്കിലും വർക്കൗട്ട് ആണെങ്കിലും നമ്മൾ അതിനൊക്കെ ഓരോ ഒരു ടൈം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മോർണിംഗ് ഹാബിറ്റ് സെറ്റ് ആകുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ കാര്യത്തിലാണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ചേഞ്ചസ് ആണ് ശരിക്കും നമ്മളെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുക. സോ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒക്കെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നും. നാളെ മുതൽ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് അതൊരു ഹാബിറ്റായിട്ട് മാറുന്നത്. നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യില്ലേ, നമ്മൾ എല്ലാ ദിവസവും കുളിക്കില്ലേ, അതുപോലെ നമുക്ക് എല്ലാ ഹാബിറ്റും അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണോ അപ്പോഴാണ് നമ്മളത് ഹാബിറ്റ് എന്ന് പറയാൻ പറ്റുക. അത് അങ്ങനെയാണോ വരെ ശരിക്കും പറഞ്ഞാൽ നമ്മളത് റിപ്പീറ്റ് ആകും. ഒരിക്കലും നമുക്കത് ചെയ്യേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ റൂട്ടീനിലേക്ക് ഡെഫിനറ്റ് ആയിട്ടും വരും. ട്രസ്റ്റ് മീ, ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പിന്തിരിപ്പിക്കാനും നാളെ ആവട്ടെ മറ്റന്നാ ആവട്ടെ ജനുവരി 1 ആവട്ടെ എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ മൈ സജഷൻ ഈസ് നമ്മുടെ ഗോള് ഒന്ന് സെറ്റ് ആവണ വരെ അവർക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് നല്ലത് വരണം, നമുക്ക് നല്ലത് മാത്രമേ വരാവൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരിക്കലും നമ്മളെ പിന്തിരിപ്പിക്കില്ലല്ലോ. നമുക്കൊരു പരിധി വരെ അതൊക്കെ ബോധർ ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ബെറ്റർ നമുക്ക് അവരെ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സോ നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റക്കായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. യു ക്യാൻ റീസ്റ്റാർട്ട് എനി ടൈം. അതായത് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മളെ റീസ്റ്റാർട്ട് ആക്കുന്നതും ആ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഒരു ഓവർനൈറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നടക്കില്ല. നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ നിങ്ങളും ഈ 2025 കൂടി ഒരു കംബാക്ക്, ഒരു സ്ട്രോങ് കംബാക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എത്ര ദിവസമുണ്ട്, ഒരു നിയർലി ഒരു 60-65 ഡേയ്സ് നമുക്കുള്ളൂ. ആ ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ഒരു ചെറിയ ഗോൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക. ആ ഒരു ഗോളിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കുക. അതിനുവേണ്ടി ഓരോ ദിവസം ശ്രമിക്കുക. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ ആ പെർട്ടിക്കുലർ ഗോളിന് കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഹാബിറ്റ്സും ഡിസിപ്ലിനും ഒക്കെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം, അതായത് ഇതിൻ്റെ കൂടെ തന്നെ, അതായത് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ റുട്ടീനും സെറ്റ് ചെയ്ത് കൊണ്ടുവരിക. ശരിക്കും പറയുകയാണെങ്കിൽ നിയർലി ഒരു 60-65 ഡേയ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഡേ അത് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് സൈക്കോളജി പറയുന്നത്. സോ നമുക്കിനി 1-ാം തീയതി തുടങ്ങാം, ജനുവരി 1-ാം തീയതി ആവട്ടെ 2026 ആവട്ടെ എന്ന് ചിന്തിക്കാതെ നമുക്ക് ഇത്ര ദിവസം ഇനിയുണ്ട്, അപ്പൊ നാളെ തുടങ്ങാം. നമ്മുടെ മുമ്പിലുള്ള ഈ 60 ഡേയ്സ് തന്നെ മതി നമുക്ക് ലൈഫിൽ ഒരു കംബാക്ക് കൊണ്ടുവരാനായിട്ട്. ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ലൈഫിൽ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നേടാനുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, നമ്മൾ സ്റ്റക്കായി പോലൊക്കെ തോന്നും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഗോളും റൂട്ടീനും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് നമ്മളിലുണ്ട്, അതെങ്ങനെയാണ് വന്നത്, അത് എന്തുകൊണ്ടാണ് വന്നത്, അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം നമ്മുടെ ലൈഫിൽ നിന്ന്, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പിന്നെ ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക, നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് അത് കൊണ്ടുവരിക, ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രോങ് കംബാക്കിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചെറിയ ഹാബിറ്റെങ്കിലും തുടങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.